اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. ഏറ്റവും ആദരവും ബഹുമാനമുള്ള ഇഖ്വാനികളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നമുക്ക് ഈ സുന്ദരമായ സദസ്സിൽ സംഗമിക്കാൻ അല്ലാഹു അവസരം നൽകി. നമ്മളെ ഇരുത്തവും നമ്മളെ ഈ കൂട്ടായ്മയൊക്കെ അല്ലാഹു തആല അവൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദി അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ തഹ്തിലായി ഖദമിലായി ജീവിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു പറയുന്ന വളരെ മഹത്വമേറിയ ഒരു ഉദാഹരണമുണ്ട്. ഒരു 4 കൂട്ടുകാർ ഒരു സദസ്സക്ക് ഒരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ്. യാത്ര പോകുന്ന സന്ദർഭത്തിൽ 4 ആളും 4 ഭാഷ സംസാരിക്കുന്ന ആൾക്കാരാണ്. വഴിമധ്യേ കണ്ടുമുട്ടിയ 4 ആളുകളാണ്. ഒരാള് പേർഷ്യക്കാരനാണ്, വേറൊരാള് അറബ് വംശജനാണ്, മറ്റൊരാള് തുർക്കിക്കാരനാണ്, വേറെ ഒരാൾ ഗ്രീക്കുകാരനാണ്. ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു മസ്നവിയിൽ പറയുന്ന ഒരു കഥയാണ്. അപ്പൊ 4 രാജ്യത്തുള്ള 4 ആൾക്കാരാണ്. അന്ന് ഇവരിങ്ങനെ യാത്ര പോകുന്ന വഴിക്ക് ഇവർക്ക് ഒരാളൊരു സ്വർണ്ണ നാണയം കൊടുത്തു. ആകെ ഒരു സ്വർണ്ണ നാണയം കൊടുത്തു. നിങ്ങൾ 4 ആളും കൂടി എടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോ ഇവർ 4 ആളും തീരുമാനിച്ചു, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇതുകൊണ്ട് വാങ്ങാം. അപ്പൊ പേർഷ്യക്കാരനായ ആള് പറഞ്ഞു, എനിക്ക് അങ്കൂറാണ് വേണ്ടത്. അങ്കൂറാണ് എനിക്ക് വേണ്ടത്. അറബ് വംശജൻ പറഞ്ഞു, എനിക്ക് ഇനബാണ് വേണ്ടത്. തുർക്കിക്കാരനായ വ്യക്തി പറഞ്ഞു, എനിക്ക് ഉസൂം, അതാണ് എനിക്ക് വേണ്ടത്. ഗ്രീക്കുകാരനായ ആള് പറഞ്ഞു, എനിക്ക് ഇസ്താഫിലാണ് വേണ്ടത്. അപ്പൊ 4 ആളും ഭയങ്കര തർക്കം. 4 ആൾക്കും 4 സാധനങ്ങൾ വേണമെന്നാണ് അവർ പറയണത്. ആകെ ആണെങ്കിൽ ഒരു ശരി സ്വർണ്ണ നാണയം കയ്യിലുള്ളൂ. ഇവര് പരസ്പരം ഇങ്ങനെ തർക്കിക്കണ സമയത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ ആ വന്ന വ്യക്തിനോട് ഇവര് പറഞ്ഞു, പേർഷ്യക്കാരൻ പറഞ്ഞു, എനിക്ക് അങ്കൂറാണ് വേണ്ടത്. മൂപ്പർക്ക് ഇനബാണ്, മറ്റാൾക്ക് ഉസൂബാണ്, ഗ്രീക്കുകാരന് ഇസ്താഫിലാണ് വേണ്ടത്. അപ്പൊ അത് കേട്ട ആ വ്യക്തി ചിരിച്ചും കൊണ്ട് പോയിട്ട് ലേശം മുന്തിരി വാങ്ങി. മുന്തിരി വാങ്ങി കൊടുന്നപ്പോ 4 ആൾക്കും അത് കണ്ട് സന്തോഷമായി. ഈ 4 ആൾക്കും അങ്കൂർ വേണമെന്ന് പറഞ്ഞ ആൾക്കും ഇനബ് വേണമെന്ന് പറഞ്ഞ ആൾക്കും അതുപോലെ തന്നെ ഉസൂം വേണമെന്ന് പറഞ്ഞ ആളും ഇസ്താഫിൽ വേണമെന്ന് പറഞ്ഞ ആളും 4 ആൾക്കും ഇത് കണ്ടിട്ട് സന്തോഷമായി. അപ്പൊ സത്യത്തിൽ ഈ 4ന്റെയും മലയാളം മുന്തിരി തന്നെയാണ്. 4നും മുന്തിരി എന്നാ പറയാം. അങ്കൂറും എന്ന് പറഞ്ഞാൽ പേർഷ്യൻ ഭാഷയിൽ മുന്തിരിയാണ്. അതുപോലെ തന്നെ ഇനബ് എന്ന് പറഞ്ഞാൽ അറബ് ഭാഷയിൽ മുന്തിരിയാണ്. ഉസൂം എന്ന് പറഞ്ഞാൽ തുർക്കിഷ് ഭാഷയിൽ എന്താണ് മുന്തിരിയാണ്. ഇസ്താഫിൽ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ മുന്തിരിയാണ്. സത്യത്തിൽ ഇവർ 4 ആളും 4 പേരുകളാണ് പറഞ്ഞത്. പക്ഷെ യാഥാർത്ഥ്യം എന്തുതന്നെയാണ്? ഒന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ ഏത് രൂപത്തിൽ നമ്മൾ വിളിച്ചാലും ഞാൻ എനിക്ക് പറ്റുന്ന രൂപത്തിലാണ് അല്ലാഹുവിനോട് സംസാരിക്കുന്നത്. ഞാൻ കുറച്ച് പഠിച്ച ആളായതുകൊണ്ട് ഞാൻ ആ രൂപത്തിൽ സംസാരിക്കുക വിചാരിക്കാം.
ഷമീമിന് വിദ്യാഭ്യാസം അനുസരിച്ചാണ് അള്ളാഹിനോട് സംസാരിക്കുന്നത്. ബാവാക്കാടെ വിദ്യാഭ്യാസം അനുസരിച്ച് സംസാരിക്കുന്നത്. എങ്ങനെ സംസാരിച്ചാലും ഒക്കെ അള്ള എല്ലാവർക്കും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. അതിന് വലിയ ഇൽമുവാണെന്നോ വലിയ തറവാട്ടിൽ ജനിക്കണമെന്നോ വലിയ പാരമ്പര്യം വേണമെന്നൊന്നുമില്ല. എല്ലാവരുടെയും അല്ലാഹു തആല തന്നെയാണ് പടച്ച റബ്ബ്. എല്ലാവരും അല്ലാഹു തആല. അതേമാതിരി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ ഹക്കായ ത്വരീഖത്തോടും ആഗ്രഹിക്കുന്നത് ഈ മുന്തിരിയാകുന്ന അല്ലാഹുവിനാണ്. ഓരോ വഴികളും വ്യത്യസ്തമാണ്. ചില ത്വരീഖത്തില് സൂറത്തുൽ ഫാത്തിഹ അതിന് ഭയങ്കര പ്രാധാന്യം നൽകുന്ന ത്വരീഖത്തുകളുണ്ട്. ബഹുമാനപ്പെട്ട കണ്ണീർ അബ്ദുല്ലാഹിന്റെ ത്വരീഖത്തിലൊക്കെ അങ്ങനെ ഉണ്ട്. ഫാത്തിഹ കൂടുതൽ വർദ്ധിപ്പേൽപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില ത്വരീഖത്തുകൾ സൂറത്തുൽ ഇഖ്ലാസ് തോന ഓതണം എന്ന് പറയുന്ന ത്വരീഖത്തുകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ തോന പെരിപ്പിക്കണം എന്നുള്ള ത്വരീഖത്തുണ്ട്. തിജാനി ത്വരീഖത്ത് പോലെ സ്വലാത്തുൽ ഫാത്തിഹ തോന പെരിപ്പിക്കണം എന്ന് പറഞ്ഞ ത്വരീഖത്തുകളുണ്ട്. സത്യത്തിൽ എന്ത് പെരിപ്പിച്ചാലും എല്ലാത്തിന്റെയും അസ്ല് ആരെന്നെയാണ്? എല്ലാത്തിന്റെയും അസ്ല് മുറാദ് ആരാണ്? പ്രപഞ്ചനാഥനാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ നാലാളും ഒരേ പേരാണ് വിളിക്കുന്നത്. ഈ നാലാൾക്ക് മനസ്സിലായില്ല. ഈ നാലാളും ഒരേ സാധനമാണ് അന്വേഷിക്കുന്നതെന്ന് ഈ നാലാൾക്ക് എന്ത് ചെയ്തില്ല? മനസ്സിലായി. പക്ഷെ ബുദ്ധിമാനായ വ്യക്തിക്ക് എന്ത് ചെയ്തു? ഇത് മനസ്സിലായി. അതുപോലെ നമ്മളെ വിചാരം നമ്മളെ ത്വരീഖത്താണ് ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ ത്വരീഖത്ത് എന്നാണ്. ഖാദിരിയ ത്വരീഖത്തിന്റെ ആളുകളെ വിചാരം ഖാദിരിയ ത്വരീഖത്താണ് ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ ത്വരീഖത്ത് എന്നാണ്. റിഫായിയ ത്വരീഖത്ത് ഉള്ള ആൾ വിചാരിക്കുന്നത് റിഫായിയ ത്വരീഖത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ത്വരീഖത്ത്. ഷാദുലിയാണ്, ദസൂഖിയാണ്, ബുർഹാനിയാണ്, അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കരുതുന്ന ആൾക്കാരുണ്ട്. സത്യത്തിൽ എല്ലാ ത്വരീഖത്തുകൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ബഹുമാനപ്പെട്ട ഗൗസുല്ലാദം പറഞ്ഞു, എല്ലാ കോഴിയും കൂകിയടങ്ങുമേ മുഹിയദ്ദീൻ കോഴി കിയാമത്തോളം പോകും. അല്ലേ? ഗൗസുല്ലാദം പറഞ്ഞാൽ എല്ലാ കോഴിയും കൂകിയടങ്ങുമേ മുഹിയദ്ദീൻ കോഴി കിയാമത്തോളം പോകും. അപ്പൊ എല്ലാ വഴികളും അവസാനിക്കും. അപ്പോഴും ത്വരീഖത്തുൽ ഖാദിരി ഉണ്ടാവുന്ന ആരും പറഞ്ഞിട്ടുണ്ട്? ബഹുമാനപ്പെട്ട ഗൗസുല്ലാദം പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാ വഴിയും അടയും, പക്ഷെ അന്നും എന്തുണ്ടാവും? ഷാദുലി ത്വരീഖത്ത് ഉണ്ടാവും. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ദസൂഖി തങ്ങളും പറഞ്ഞിട്ടുണ്ട്, എല്ലാ വഴിയും അടയുമ്പോഴും ദസൂഖി ത്വരീഖത്ത് എല്ലാ കാലത്തും ഉണ്ടാവും. ബഹുമാനപ്പെട്ട അഹ്മദ് തിജാനി തങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തേ മനസ്സിലായി? എല്ലാ ഹക്കായ ത്വരീഖത്തുകളും ത്വരീഖത്തുൽ മുഹമ്മദിയയിലേക്ക് ചെന്നു ചേരുന്ന എല്ലാ ത്വരീഖത്തുകളും ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. അതിൽ യാതൊരു തർക്കമല്ല. പക്ഷെ എല്ലാം ഹക്കായിരിക്കണം. എല്ലാവരെയും ലക്ഷ്യം ദുനിയാവാകാൻ പാടില്ല. പരമ്പൊരുളാകുന്ന അള്ളാഹുവിനെ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്ന ഒരാളെയും ചീത്ത പറയാതെ ഒരാളെയും കുറ്റം പറയാതെ അവനവന്റെ അഴിവുകളും പോരായ്മകളും കണ്ടെത്തി അതിന് വേണ്ട അധികാറുകൾ ചൊല്ലി ഒരു യഥാർത്ഥ മുറബിയുടെ തഹത്തിൽ പോകുന്ന എല്ലാ ത്വരീഖത്തുകളും എന്തുതന്നെയാണ്? ഹക്കായ ത്വരീഖത്തുകൾ തന്നെയാണ്. മനസ്സിലാവണം. അപ്പൊ എല്ലാ പുഴകളും കടലിലേക്ക് ചെന്നു ചേരും എന്ന് പറഞ്ഞ മാതിരി ഹക്കായത് എല്ലാം എന്ത് ചെയ്യും? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാവുന്ന ബഹറിൽ അത് ചെന്നു ചേരും. അതിൽ യാതൊരു എന്തും വേണ്ട, സംശയം വേണ്ട. പിന്നെ പ്രധാനമായിട്ട് എല്ലാവരും പറയുന്നൊരു വിഷയമുണ്ട്. തിജാനി ത്വരീഖത്ത് പണ്ഡിതന്മാരുടെ ത്വരീഖത്താണ്. തിജാനി ത്വരീഖത്ത് പണ്ഡിതന്മാരുടെ ത്വരീഖത്ത് തന്നെയാണ്. അതിൽ യാതൊരു സംശയമല്ല. പണ്ഡിതന്മാരുടെ ത്വരീഖത്ത് ആയതുകൊണ്ടാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിശാലതയുള്ള ത്വരീഖത്തായിട്ട് ഏത് മാറിയത്? തിജാനി ത്വരീഖത്ത് മാറിയത്. എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റൂല എന്നൊരാൾ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അഹ്മദ് തിജാനി തങ്ങൾ പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് ഈ ത്വരീഖത്തിന്റെ ആവശ്യമില്ല. മൂപ്പർക്ക് വേറെ ത്വരീഖത്തുള്ള ആളാണ്. മനസ്സിലാക്കണം. അപ്പൊ അത്രയും സൂക്ഷ്മമായി ഈ പണ്ഡിതന്മാരെ ത്വരീഖത്ത് എന്ന് പറയാൻ കാരണം ബഹുമാനപ്പെട്ട സയ്യിദി അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി ബഹുമാനപ്പെട്ട ഒരു വഫാത്താകുന്ന സമയത്ത് ലക്ഷക്കണക്കിന് പണ്ഡിതന്മാർ തന്നെ എതിരുണ്ട് തിജാനി ത്വരീഖത്തിലുണ്ട്. മാത്രമല്ല തിജാനി ത്വരീഖത്തിന്റെ സിൽസിലയിൽ വരുന്ന മഹാന്മാരൊക്കെ വേൾഡിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഒരുപാട് മുരീദന്മാരുണ്ടായിരുന്നു. അതുകൊണ്ട് മൊത്തത്തിൽ ജനങ്ങൾക്കിടയിൽ പൊതുവായിട്ട് പറയപ്പെടുന്ന ഒരു പേരാണെന്ത്? പണ്ഡിതന്മാരുടെ ത്വരീഖത്ത് എന്നുള്ളത്. പണ്ഡിതന്മാരുടെ ത്വരീഖത്തിലേക്കല്ലേ പോകേണ്ടത് മനുഷ്യന്മാർ? അല്ലേ? പണ്ഡിതന്മാരുടെ ത്വരീഖത്തിലേക്കല്ലേ പോകേണ്ടത്?
അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്നാണ്. യഥാർത്ഥ പണ്ഡിതന്മാർ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ്. യഥാർത്ഥ പണ്ഡിതന്മാർ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ്. അപ്പൊ അതിലേക്ക് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചെന്ന് ചേരേണ്ടത്. നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഭയങ്കര പണ്ഡിതനും നിങ്ങളൊക്കെ സാധാരണക്കാരനൊന്നും. അങ്ങനെയല്ല, നമ്മളെല്ലാവരും സാധാരണക്കാരനാണ്. നമ്മൾ കുറച്ച് ഇൽമ പഠിച്ച ആ ഒരു ഇൽമിന്റെ പഠനം എന്നല്ലാതെ വേറൊന്നും നമ്മളിലില്ല. നമ്മളെല്ലാവരും സാധാരണക്കാരനാണ്. ഖവാസിങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരാണ് യഥാർത്ഥ ഉലമാക്കൾ. ബഹുമാനപ്പെട്ട ഗൗസുൽ സിറുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, യഥാർത്ഥ ബാത്തിനിയായ ഇൽമില്ലാത്ത അള്ളാഹുവിന്റെ മഅരിഫത്തിനെ കുറിച്ച് വിജ്ഞാനമില്ലാത്ത ഏതൊരാളും അവൻ സാധാരണക്കാരനാണ്. അവൻ സാധാരണക്കാരനാണ്. അങ്ങനത്തെ ഏതൊരാൾക്കും യഥാർത്ഥ മുറബ്ബിയായ മശായിഖന്മാരെ വഴിയിലേക്ക് പോകാതെ അവന്റെ ഇൽമിന് യഖീനില്ല എന്ന് ബഹുമാനപ്പെട്ട ഗൗസുല്ലാദും അവിടുത്തെ സിറുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊക്കെ സാധാരണക്കാരനെയാണ്. പക്ഷേ ആ ഉന്നതരായ ഉലമാക്കൾ പോയ ആ വഴിയെ പിന്തുടരാൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകി എന്നുള്ളതാണ്. ഇപ്പോ ഒരു ഹദീസ് ഉണ്ടല്ലോ, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതിയ അംറുല്ലാഹ്. അല്ലേ? ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. ഖിയാമത്ത് നാൾ വരെ എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ഹക്കിന്റെ മേൽ സുബൂത്താവും. എത്ര വിഭാഗം വന്നാലും ഒരു വിഭാഗം എന്തേ കാരണം ഹക്കിന്റെ മേലുണ്ടാവും. ഹത്താ യഅതിയ അംറുല്ലാഹ് എന്നാണ് ഖിയാമത്ത് നാൾ വരെ അതുണ്ടാവും. ഈ ത്വായിഫത്തിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖിൽ ബറൂസവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ആരാണ് ഈ ത്വായിഫത്ത്? ഉലമാഉൽ ഹഖീഖത്തി വ മശായിഖു തുരീഖ. ഹഖീഖത്തിന്റെ ഉലമാക്കളും തുരീഖത്തിന്റെ മശായിഖുമാരും. അവരെ അനുധാവനം ചെയ്ത് പിന്തുടരുന്ന ആളുകളും. അപ്പൊ യഥാർത്ഥ ഉലമാക്കളെ ഇത്തിബാഴ് ചെയ്യുന്ന ആൾക്കാർ, യഥാർത്ഥ മശായിഖുമാരെ ഇത്തിബാഴ് ചെയ്യുന്ന ആൾക്കാർ. നമ്മൾ ആ പാരമ്പര്യം ഇത്തിബാഴ് ചെയ്യുന്നു. മനസ്സിലാവണ്ടോ? അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ധൈര്യമായിട്ട് ആ വഴിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? സഞ്ചരിക്കാൻ കഴിയും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മൾ ചെല്ലുന്നത് ഒരുപാട് എന്നുള്ള. ഞാൻ ഒരിക്കൽ ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ നിങ്ങളോട് ചോദിച്ചല്ലോ, അല്ലെ, സ്വലാത്തുൽ ഫാത്തിഹിന് എത്ര ലക്ഷം ചെല്ലിയാൽ കൂലി ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. 6 ലക്ഷം എന്ന് പറയുന്നുണ്ട്, പല അഗതുകളും പറയുന്നുണ്ട്. അപ്പൊ സ്വലാഹുദ്ദീൻ നിങ്ങൾ പറഞ്ഞത് എന്താണ്? 6 ലക്ഷം എന്നല്ല, അല്ലാഹു തആല പൊരുത്തപ്പെട്ട ഒരു സ്വലാത്തുൽ ഫാത്തിഹിന് 6 ലക്ഷമല്ല, 6 കോടിയല്ല. എത്രയാണ് അതിനേക്കുള്ള കൂലി എന്ന് പറയാൻ കഴിയില്ല. അല്ലാഹു തആല പൊരുത്തപ്പെട്ട നിലക്ക് നമ്മൾ ചെല്ലുന്ന ഒരു സ്വലാത്തുൽ ഫാത്തിഹ് മതി, ഒരൊറ്റ സ്വലാത്തുൽ ഫാത്തിഹ്. അല്ലാഹു തആല പൊരുത്തപ്പെട്ടാൽ മതി. അപ്പൊ അല്ലാഹു തആല പൊരുത്തപ്പെടുന്ന ഒരു സ്വലാത്തുൽ ഫാത്തിഹിനക്ക് 6 ലക്ഷം എന്നല്ല, 6 കോടി എന്നല്ല, എത്രയാണ് അതിനേക്കുള്ള ശ്രേഷ്ഠത എന്ന് പറയാൻ കഴിയില്ല. ഈ സ്വലാത്തുൽ ഫാത്തിഹിന്റെ മാത്രം പ്രത്യേകത കേട്ടോ, ഏത് സ്വലാത്തും അല്ലാഹു പൊരുത്തപ്പെട്ടതായാൽ മതി. ഇപ്പൊ ഒന്നും വേണ്ട. ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു നേരം വെളുക്കോളം ഉമ്മാക്ക് വേണ്ടി കാത്തിരുന്നു എന്ന കാരണമുണ്ട്. ആ ഒരു ഇരുത്തം അല്ലാഹു തആല പൊരുത്തപ്പെട്ടു. ഇമാം നബി റളിയല്ലാഹു അൻഹു ഉമ്മാക്ക് വേണ്ടിയിട്ട് ഉമ്മ കടന്നുറങ്ങിയപ്പോ പാലുമായി നേരം വെളുക്കോളം കാത്തിരുന്നു എന്നാണ്. ആ ഇരുത്തം അല്ലാഹു തആല പൊരുത്തപ്പെട്ടു. അപ്പൊ ഇമാം നബി ആരായി മാറി? വലിയ ലോകത്തെ ഏറ്റവും ഉന്നതനായ എന്ത് മഹാന്റെ പേരിൽ ഇങ്ങനെ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കല്ലേ ആൾക്കാർ. മഹാൻ എഴുതിയ കിതാബുകൾ നോക്കിക്കൊണ്ടേയിരിക്കല്ലേ ആൾക്കാർ. ഇപ്പൊ ഈ സമയത്തും ആ കിതാബ് നോക്കുന്നുണ്ടാവും. അപ്പൊ ഒരു സെക്കൻഡ് പോലും ഓലിക്ക് എന്ത് ചെയ്യണില്ല, കൂലി മുറിയണില്ല. ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു മാതാവിനെ നോക്കി എന്നുള്ള കാരണം കൊണ്ട് ആരായി മാറി? ഖൈറു താബിഈ, താബിഈങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായവരാരാണ്? സയ്യിദുനാ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു വഫാത്തായത് സിഫീൻ യുദ്ധത്തിലാണ്. അലി റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്ത്, മുആവിയ റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ ആയിഷ ബീവിയും വേറൊരു ഭാഗത്തുമായി നിൽക്കുന്ന ആ യുദ്ധത്തിൽ, ജബൽ സിഫീൻ യുദ്ധം കേട്ടിട്ടില്ലേ? ആ സിഫീൻ യുദ്ധത്തിലാണ് ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. പ്രകാരം ജാമിഉ കറാമത്തിൽ ഔലിയ എന്ന് പറയുന്ന കിതാബിൽ കാണാൻ കഴിയും. അലി റളിയല്ലാഹുവിന്റെ പക്ഷത്തായിരുന്നു ആരുണ്ടായിരുന്നത്? ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. അദ്ദേഹം വഫാത്തായ സമയത്ത് അദ്ദേഹത്തിന് കഫൻ ചെയ്യാൻ ഒന്നുമില്ല. ആ സമയത്ത് കുറച്ച് വെള്ള വസ്ത്രധാരികളായ കുറച്ച് ആളുകൾ വന്നിട്ട് അവരാണ് ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനിയെ കഫൻ ചെയ്തതും അദ്ദേഹത്തെ മറമാടിയതും. മനസ്സിലാവുണ്ടോ? അത് അന്നത്തെ ഉലമാക്കൾ പറഞ്ഞു, അത്
ബഹുമാനപ്പെട്ട മുഖർറബീങ്ങളാകുന്ന മലായിക്കത്തുകളാണ്. ഉവൈസുൽ ഖർനി ദുആ ചെയ്തിരുന്നു, അല്ലാഹുവേ എൻ്റെ ഖബർ നീ ആർക്കും വെളിപ്പെടുത്തി കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട്. ആ മറമാടലും പിന്നെ ആ സ്ഥലത്ത് എന്ത് ചെയ്തില്ല, അവിടെ ഖബർ പിന്നെ കണ്ടിലാണ്. പക്ഷെ ഇന്ന് ഉവൈസുൽ ഖർനിയുടെ ഖബർ എന്ന് പറഞ്ഞിട്ട് ഖബർ കാണിക്കുന്നുണ്ട്. അത് ഏറെക്കുറെ ഒരു അനുമാനമുള്ള സ്ഥലം നോക്കിയിട്ട് അവരെന്ത് ചെയ്തതാണ്, അതാണ് മക്ബറ എന്ന് പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം ഉമ്മാനെ നോക്കി എന്നുള്ള ഒരു കുറഞ്ഞ സമയമുള്ള ഒരു പൊരുത്തമുണ്ടല്ലോ, ആ പൊരുത്തത്തിൽ മൂപ്പർ എന്ത് ചെയ്തു, വലിയ മഹാനായി തീർന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഏത് അമലാണ് അള്ളാഹു താലാക്ക് ഇഷ്ടപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ ചെറുതായിട്ട് കാണുന്നതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ചിലപ്പോൾ എന്തേക്കാരം വലിയ അമലുകളായിരിക്കും. അത് ചിലപ്പോൾ എന്തെങ്കിലും ഹിദ്മത്തുകളോ എന്തെങ്കിലും ഒരു മഹബത്തോ എന്താണ് അള്ളാഹു താലേക്ക് അത് പറയാൻ കഴിയുള്ളൂ. ഇപ്പൊ ബിഷറുൽ ഹാഫിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളെ പള്ളിക്ക് പ്രസംഗിച്ചു അല്ലെ. ബിഷറുൽ ഹാഫി എന്ന് പറയുന്ന കള്ള് കുടിച്ചുകൊണ്ട് നടന്നു പോകുന്ന ആള്, ബിഷറുൽ ഹാഫി കള്ള് കുടിച്ചുകൊണ്ട് നടന്നു പോകുന്ന ആള് വഴിയിൽ പരിശുദ്ധമായ ഖുർആന്റെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയ ഒരു ഫലകം കണ്ടപ്പോൾ എന്ത് ചെയ്തു, ആ ചളിയിൽ കിടക്കുന്ന ആ ഫലകം എടുത്തിട്ട് ആ മണ്ണ് അവിടുന്ന് എന്ത് ചെയ്തു, കഴുകി വൃത്തിയാക്കി കസ്തൂരി സുഗന്ധം അതിനെന്ത് ചെയ്തു, പൂശി. കള്ളുകുടിയനായ ആളാണ്, പക്ഷെ ആള് മുസ്ലിമാണ്. അന്ന് കടന്നുറങ്ങുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? മണ്ണിൽ നിന്നും നിങ്ങൾ എൻ്റെ പരിശുദ്ധമായ കെലിമയെ നിങ്ങൾ ഉയർത്തി, അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നിങ്ങളുടെ സ്ഥാനത്തിന് ഞാൻ എന്താ ഉയർത്തിത്തരുന്നു. എൻ്റെ കലിമയുടെ മുകളിൽ നിങ്ങൾ കസ്തൂരി കൊണ്ട് പൂശി, നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ കസ്തൂരി പൂശാൻ ഒരുങ്ങുകയാണ്. ആ ബിശ്റുൽ ഹാഫി പിന്നെ ആരായി ലോകത്ത് വറഅ് എന്ന് പറഞ്ഞാൽ പിന്നെ ബിശ്റുൽ ഹാഫി കഴിഞ്ഞിട്ടുള്ളൂ. തബ്ഖാത്ത് സൂഫിയയിലൊക്കെ തുടക്കത്തിൽ ബിശ്റുൽ ഹാഫിനെ കുറിച്ചാണ് ചരിത്രം പറയുന്നത്. ബിശ്റുൽ ഹാഫി എന്ന് പറഞ്ഞാൽ ആരാന്ന് ഞങ്ങൾക്ക് സൂക്ഷ്മത പാലിച്ചിട്ട് മരണം വരെ മൂപ്പർ എന്ത് ചെയ്തിട്ടില്ല, ചെരുപ്പ് ധരിച്ചിട്ടില്ല. വജഅൽനൽ അർള ഫിറാശ എന്ന് പറഞ്ഞ ആയത്തില്ലേ, ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നിക്കണമെന്നില്ലേ, ആ ആയത്ത് കണ്ടത് മുതൽ പിന്നെ മൂപ്പർ ചെരുപ്പിട്ടിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഭൂമി കൊണ്ട് നടന്നിട്ടില്ല. അത്രയും സൂക്ഷ്മശാലിയായ ആളായിരുന്നു ആര്, ബിശ്റുൽ ഹാഫി. അള്ളാഹുവിന്റെ ആരിഫും വലിയ കുത്തുബുമായി തീർന്നു ആര്, ബിശ്റുൽ ഹാഫി. സത്യത്തിൽ എന്തുണ്ടായത്, ആ ഒരു പരിശുദ്ധ ഖുർആൻ എഴുതിയ ഫലകം കയ്യിലെടുത്തിട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കി അന്ന് കസ്തൂരി പൂശി എന്നൊരൊറ്റ നന്മ കൊണ്ട് അള്ളാഹു താല വലിയ മക്കാമിലേക്ക് ബിശ്റുൽ ഹാഫി എത്തിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഹക്കായ എല്ലാ ത്വരീഖത്തുകളും ഹഖീഖത്ത് മുഹമ്മദിയയിലേക്ക് ചെന്നു ചേരും. ഹഖീഖത്ത് മുഹമ്മദിയയിലേക്ക് ചെന്നു ചേരും. ഇതിലെ ഈ തിജാനി ത്വരീഖത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, തിജാനി ത്വരീഖത്തിലെ സാധാരണക്കാരന് പോലും ഒരു യഥാർത്ഥ തിജാനിയായി കഴിഞ്ഞാൽ ഒരു വലിയായിട്ടല്ലാതെ മരണപ്പെടുകയില്ല എന്ന് ഖുതുബുൽ മക്തൂം സയ്യിദി അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി. തിജാനി ത്വരീഖത്തിലെ ഒരു സാധാരണ ഒരു വ്യക്തി പോലും മരിക്കുന്നതിന്റെ മുമ്പ് ഒരു വലിയായിട്ടല്ലാതെ എന്ത് ചെയ്യൂല, മരണപ്പെടൂല. ബഹുമാനപ്പെട്ട അഹ്മദ് തിജാനി തങ്ങൾ പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട അലി ഹറാസിൻ റളിയല്ലാഹു അൻഹു ജവാഹിറുൽ മആനി എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയതാണ്. അസ്സഹമുൽ മുർസൽ എന്ന് പറയുന്ന കിതാബിലും ഈ സംഭവം പറയുന്നത്. അപ്പൊ വലിയൊരു തൗഫീഖിന്റെ ഉടമകളാണ് നമ്മൾ. ആ തൗഫീഖ് മരണം വരെ നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കടമ. നമ്മൾ ഒരുപാട് തിരക്കുകളുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, പ്രയാസങ്ങൾ നമ്മൾ അലട്ടുന്നുണ്ടാവും, പല നിലക്കുള്ള വിഷയങ്ങളുണ്ടാവും. ഇപ്പോൾ പണ്ട് ഒരിക്കൽ ഞങ്ങൾ തിജാനി ത്വരീഖത്ത് ബയ്യത്ത് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എൻ്റെ ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, തിജാനി ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ തിജ്ജാണ്, ഒരു തിജ്ജും കട്ട കൈമ വെക്കണ മാതിരിയാണ്. പിന്നെ അങ്ങോട്ട് എന്തുണ്ടാണ്, സുഖം ദുനിയാവിലെ സുഖം എന്ത് ചെയ്യണ്ട, വലിയ പ്രതീക്ഷ ഒന്നും വേണ്ട. ദുനിയാവിലെ സുഖം വലിയ പ്രതീക്ഷ ഒന്നും വേണ്ട. ദുനിയാവ് നമ്മൾ കുറച്ച് കാലമല്ലേ, അതങ്ങനെ തട്ടിമുട്ടി അതിൻ്റെ വഴിക്ക് അങ്ങനെ പോയിക്കോളും. നമ്മൾ ആഖിറം എന്ത് ചെയ്യണം, നമുക്ക് ക്ലിയർ ആകണം. ആഖിറമാണ് നമുക്ക് എന്ത് വേണ്ടത്, ക്ലിയർ ആകേണ്ടത്. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അധ്വാനിക്കണം. നമ്മുടെ ഉസ്താദ് എപ്പോഴും പറയുന്ന ഒരു വിഷയമുണ്ട്, ത്വരീഖത്ത് എന്ന് പറഞ്ഞത് നമ്മളെ ദുനിയാവ് വീർപ്പിക്കാനുള്ളതും വയറ് വീർപ്പിക്കാനുള്ളതും കീശ വീർപ്പിക്കാനുള്ളതല്ല. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ഉസൂലാകാനുള്ളതാണ്. അള്ളാഹുവിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് നല്ല പണിയുള്ള മഹാന്മാരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് എത്തിയ വഴിയാണ് അല്ലെ. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയെന്ന് ഏകൽ കേട്ടാരേ ഇരുന്നോവർ. 25 കൊല്ലം. ഇപ്പൊ ഇന്ന് ഞാൻ ഇമാം ഗസാലി തങ്ങളുടെ ഒരു ചരിത്രം നോക്കി. ഇമാം ഗസാലി തങ്ങളെ അതായത് 30 വയസ്സായപ്പോഴേക്ക് അദ്ദേഹം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് എവിടെ നിന്നാണ്, ഇറാനിലാണ്. ഇറാനിലെ തൂസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് ജനിക്കണത്,
അതായത് ഗൗസുൽ ആദമിന്റെയും അജ്മീർ ഖാജയുടെയും അതുപോലെ തന്നെ ഇമാം ഗസാലി തങ്ങളുടെ ഒക്കെ നാട് ഏതാണ്? ഇറാനാണ്. ആരെ? ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ ഇറാനിലെ ജയിലാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിക്കുന്നത്. ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു ഇറാനിലെ സഞ്ചർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇറാനിലെ തൂസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിക്കുന്നത്. മൂന്നാളും ആരാണ്? ഇറാനുകാരാണ്. അങ്ങനെ ഒരു മഹബത്ത് നമുക്ക് ഇറാനുകാരോട് എന്തുണ്ട്? ഉണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാല് അവിടെ നിന്ന് പഠിച്ച് ബഗ്ദാദ് കോളേജിന്റെ പ്രിൻസിപ്പൾ ആകുമ്പോൾ ചെറിയ പ്രായമുള്ളൂ ആർക്ക്? നിസാമിയ കോളേജിന്റെ പ്രിൻസിപ്പൾ ആകുമ്പോൾ ചെറിയ പ്രായമുള്ളൂ ആർക്ക്? ഇമാം ഗസാലി തങ്ങൾക്ക് ചെറിയ പ്രായമുള്ളൂ. അത്ര പ്രായത്തിന്റെ ഇടക്ക് ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായി. അപ്പോഴും മൂപ്പര മനസ്സിൽ എനിക്ക് എന്തോ ഒരു കുറവുണ്ടല്ലോ, എന്തോ ഒരു ന്യൂനത എൻ്റെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണ് മൂപ്പര എന്ത് ചെയ്യണത്? തന്റെ പഠനവും എല്ലാം ഒഴിവാക്കിയിട്ട് 10 വർഷക്കാലം ഡമസ്കസ്, മക്ക, മദീന പോയ സ്ഥലങ്ങളിലേക്കൊക്കെ നടന്നത്. അതായത് അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയിട്ട്. ആ കാലത്തിന്റെ ഇടയിലാണ് ഏത് കിതാബ് എഴുതിയതും? ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന കിതാബ് എഴുതിയതും. മനസ്സിലാവണം. അപ്പോ അവരൊക്കെ അള്ളാഹുവിനെ അറിയാൻ വേണ്ടി നല്ല കഷ്ടപ്പെട്ട് വലിയ ഉന്നതിയിലേക്ക് എത്തിയ ആൾക്കാരാണ്. നമ്മൾ 10 കൊല്ലം പോയിട്ട് 1 മാസം നമ്മൾ എങ്ങോട്ടും പോയിട്ടില്ല അള്ളാഹിനെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നമ്മളുടേതായ പരിമിതികൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അള്ളാഹുവിലേക്ക് എത്തിപ്പെടാൻ കഴിയും. ബഹുമാനപ്പെട്ട അഹ്മദ് തിജാനി തങ്ങളുടെ വാഗ്ദാനാണത്. അതുകൊണ്ട് ആ വഴിയിൽ നല്ല സുന്ദരമായി അമലുകൾ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.